നല്ലോണം പണിയറിയാവുന്ന ഒരു തിരക്കഥാകൃത്ത് ദേ ഇവിടെ കൊള്ളുന്ന പോലെ, ഇവിടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് നല്ലോണം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ തിരക്കഥ വായിച്ച് അതിനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടി. വളരെയധികം പാഷനേറ്റ് ആയ ഒരു ടീമിനോടൊപ്പം അവർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ന് മുറ കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ ഞാൻ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ഈ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ചോദിക്കുന്നവരോട് ഞാൻ അങ്ങനെ ബൈറ്റ് കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ആലോചിച്ചു, ഒന്ന് നിന്ന് ഒരു ബൈറ്റ് കൊടുത്തിട്ട് പോയാലോ. കാരണം എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് കൂടുതൽ ആളുകൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം എന്നെനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച മുമ്പ് ഞാനിട്ട ഒരു റിവ്യൂ വീഡിയോയിൽ ഏതൊക്കെയോ കഷ്ണങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതായത് എല്ലാം ആരംഭിക്കുന്നത് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ്, ഓരോരുത്തരിടുന്ന ക്യാപ്ഷൻ, കമൻസ്, ടൈറ്റില്, തംനെയിൽ വരെ സെയിമായിട്ട് വീഡിയോസ് പല ചാനലിലും വരുന്നു. ഫേക്കായിട്ടുള്ള വാർത്ത അവർ തംനെയിലായിട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ ആകർഷിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരേ സമയം ഒരേപോലെ എല്ലാ ചാനലിലും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഈ കണ്ടൻറ്റൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു വിവരം നമുക്കുണ്ടല്ലോ. പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടത്ത് കിടന്ന് മാക്സിമം പോയ 1,00,000 പേരെയൊക്കെ അവരൊക്കെ കാണാൻ മാത്രം സാധ്യതയുള്ള എൻ്റെ ഒരു ചാനലിന് നേരെ ഇത്രയും പേര് തച്ചിനിരുന്ന് പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വളർന്നു എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് വേണ്ട, അവർക്കും കുറച്ചുകൂടി സന്തോഷമായിക്കോട്ടെ, ഒരു അഹങ്കാരം എനിക്കുണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഈ പറയുന്ന ഒരു അറ്റാക്ക് ഉള്ളതുകൊണ്ട് ഞാനൊരു സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നല്ലത് പറഞ്ഞു അതുകൊണ്ട് കൊള്ളില്ല എന്നുള്ള കമൻസ് ലാസ്റ്റ് വീഡിയോയിലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമ കുറച്ച് വെളിവില്ലാത്ത വെട്ടുകിളി കൂട്ടത്തിൻ്റെ ആക്രമണത്തിൻ്റെ പേരിൽ ഞാൻ നല്ലത് പറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് മുറ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്, ഒരു വലിയ റിയലൈസേഷൻ്റെ കഥ പറച്ചിലാണ്, ആൻഡ് ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പെർഫോമൻസുകളാണ്. ആ 4 കൂട്ടുകാർ, അവരുടെ കൂടെ വരുന്ന, രണ്ടാമത് അതിൽ ചേരുന്ന തമിഴ് പിള്ളേരുണ്ട്, എല്ലാവരും ഇവരൊക്കെ എവിടേക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിമുകളിലൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവന്മാർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ഒരു ഇമോഷൻ. എൻ്റെ കൂട്ടുകാരനെ ഒരുത്തൻ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തല്ലും, അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആ സംഭവം നമുക്ക് ചുമ്മാ എനാക്ട് ചെയ്ത് കാണിക്കാം. പക്ഷേ ആ ഒരു സമയത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗ്രാജുവൽ പേസ് ഇല്ലേ, വളരെ കുഞ്ഞു എലമെൻറ്റുകളൊക്കെ ഉണ്ട് ഇവരുടെ എക്സ്പ്രഷനിലും ബോഡി ലാംഗ്വേജിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ. തിരുവനന്തപുരത്തെ ചങ്ക് പറിച്ച് കൊടുക്കുന്ന പയലുകളായിട്ട് അവന്മാർ പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മാലാപാർവതിയാണ്. അല്പം വില്ലൻ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സൊക്കെ മാലാപാർവതി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അവരൊരു ചെകുത്താനായിരുന്നു. ആ റേഞ്ചിൽ അവരുടെ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇതിൻ്റെ തല ചൊറിയുന്നൊരു സീനുണ്ട്, ഒരു ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ തുപ്പിയിടുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഒരു ഭയങ്കര പ്ലേസ്മെൻ്റ് ആണ്. അതായത് ആ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പീക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന അതൊരു വൻ പരിപാടിയായിരുന്നു. മേക്കപ്പിലൊക്കെ അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്പ്രഷൻസിലാണെങ്കിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും അത് കാണാനുണ്ട്. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് ഗംഭീരമായിട്ട് ചെയ്തു. അയാളൊരു മാസ് പരിപാടിയൊക്കെ, അതായത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുള്ള മാസോ സ്ലോ മോഷൻ പരിപാടികളോ ഒന്നും അല്ല. പക്ഷേ അയാളൊരു പുലിയായിരുന്നു പണ്ട് എന്നുള്ളത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ആ സാധനം പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന കണ്ണൻ നായർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ളൊരു സാധനമുണ്ട്. സാധാരണ ഈ ഗുണ്ടയുടെ കൂടെ നടക്കുന്ന ആൾ അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞൊരു കുമ്പിട്ട് വണങ്ങൽ പരിപാടിയൊക്കെയാണല്ലോ. ഇവിടെ ഒരു അളിയ ഒരു മച്ചമ്പി ബന്ധമാണ്. അപ്പോൾ ആ സാധനത്തിന് അവർ നന്നായിട്ട് ബാലൻസ് ചെയ്ത് ആ പെർഫോമൻസ് കോംബോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കനീകുസൃതിയുടെ പെർഫോമൻസ്, അവരൊരു പെർഫോമൻസ് പവർ ഹൗസ് ആണ്. അവരെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ടതില്ല. ഈ സിനിമയിൽ അവർക്ക് ഒത്തിരി വേഷവുമില്ല. ഞാൻ പറയുന്നത് ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ലെയർ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഒയ്യോ എന്താണ് മാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായത്. രണ്ടാമത്തെ പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പാണ്. ഈ സിനിമയിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള രംഗങ്ങൾ, രക്തം ചിന്തുന്ന രംഗങ്ങൾ, ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ വയലൻസിനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഇമോഷണൽ നീഡ് പ്രേക്ഷകന് ഫീൽ ചെയ്യുക എന്ന് പറയില്ലേ, അത് ഈ സിനിമയിൽ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ 4 പേര് അവർ ഏത് കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നിരിക്കാം, അവരൊന്നിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഗുണ്ടായിസത്തിനോട് ഒരു കൗമാരം ടു യൗവനം ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അത് ഈ പറയുന്ന ഒരു അംഗീകാരം കിട്ടുന്നത്, സോഷ്യലി അവർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആൻഡ് കയ്യിൽ വരുന്ന പണം, ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ യുവാക്കളെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു ഡ്രീമൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ പേരിൽ വരുന്നതാണ്. ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്രോത്ത് ഉണ്ട്, അതിൻ്റെ ഒരു പെയിനുണ്ട്. ഈ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് വേണ്ടി ഞാൻ കൊല്ലൂടാ ചാവൂടാന്ന് പറഞ്ഞാൽ ആ സാധനമല്ല, അതിനപ്പുറത്തേക്ക് അത് വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ
വിഷ്വൽ പരിപാടികളാണ്. അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ ഈ പുതിയ ആളുകളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ സുരാജിനെയും മാലാപാർവതിയും കണ്ണൻ നായരും കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ താരതമ്യേന പുതിയ ആളുകളാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവർ ഈ കാണിക്കുന്ന ഫൈറ്റിനെ ഒരു മാസ് എലമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു അടിപൊളി പരിപാടിയായിട്ട് തോന്നണമെങ്കിൽ, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ആ 4 സുഹൃത്തുക്കളിൽ ഒരു കൂട്ടുകാരൻ കൂടിയായി പ്രേക്ഷകനെ പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം അവരത് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ആ ഒരു ഇൻറ്റിമസി ഇവരോടൊക്കെ ഫീൽ ചെയ്യും. ആൻഡ് ഇവർ ഈ കാണിക്കുന്ന ഒരു തല്ലുകേസൊക്കെ അത് ഈ പറയുന്ന യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ കാണിക്കുന്ന പരിപാടികളാണ്. പക്ഷേ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫീലില്ലേ, അത് ഈ കൂട്ടത്തിൽ 5ാമനായി നിൽക്കുന്ന നമ്മളെ കൂടി ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എഡിറ്റ് വന്നിട്ടുള്ളത്, ഓരോ കട്ട് സീക്വൻസും വന്നിട്ടുള്ളത്, ഫാസിൽ നാസറിൻ്റെ ക്യാമറയും ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും എടുത്തു പറയേണ്ട പരിപാടിയാണ്. ആൻഡ് അടുത്ത പോസിറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മ്യൂസിക് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവർ താരതമ്യേന പുതിയ ആളുകളാണ്. അവർ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തുടക്കത്തിൽ, പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് സമയം, സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് സമയമുണ്ടല്ലോ, തീപ്പൊരു സാധനമായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു എൻഡ് പോർഷനിലേക്ക് വരുമ്പോഴേ നമുക്കൊരു നിറവ് ഫീൽ ചെയ്യും, മനസ്സിലൊരു നിറവ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പുതുമുഖങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ മ്യൂസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അവരത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റി ജോബിയുടെ മ്യൂസിക്കാണ്. അയാളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇനിയും ആവശ്യം വരും. പിന്നെ ഞാൻ പറഞ്ഞു, ആക്ഷൻ ഫൈറ്റ് പരിപാടികളൊക്കെയാണ് വളരെ വിശ്വസിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ, എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു മാസ് സാധനം ഉണ്ടല്ലോ, മാസ് സാധനം ഇൻ ദ സെൻസ് ആ ഇടിക്കുന്ന ആളുകൾക്ക് അവരൊരു ഹീറോയിക് പരിപാടി ചെയ്യുകയാണ്, അത് ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ ആ രീതിയിൽ അതിനെ ഗംഭീരമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അവരത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ടീം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്ഫുരണങ്ങളുണ്ടല്ലോ, അത് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇവരുടെ ഈ ഒരു ജേണി ഉണ്ടല്ലോ, അതായത് പൈസയാണെങ്കിലും അംഗീകാരം, എല്ലാവരും ബഹുമാനിക്കുന്നൊരു പൊസിഷനിലേക്ക് എത്തുക എന്നീ പറയുന്ന ആഗ്രഹങ്ങളുടെയൊക്കെ പുറത്ത് നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടാകും. ഒത്തിരി രീതിയിൽ പലരും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് റോങ് ആയിട്ടുള്ളൊരു ട്രാക്കിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മളെ തേടിയെത്തുന്ന ഒരുപാട് ആകസ്മികമായ ദുരന്തങ്ങൾ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെയുള്ളൊരു ജേണിയാണ്. ആ ജേണിയിൽ എവിടെയും ഇവർ ഈ കാണിക്കുന്ന ആക്റ്റിനെ അല്ല മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്, അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതുപോലെ അവരുടെ സൗഹൃദം, അതാണ്. അപ്പോൾ ആ ജേണിയെ കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അതൊരു അടിപൊളി പരിപാടിയാണ്. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്. സുരേഷ് ബാബു ആണ് ഇതിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ പുതുമുഖങ്ങൾ വന്നത് വളരെ നന്നായി എന്നെനിക്ക്, താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ വന്നത് വളരെ നന്നായി എന്നെനിക്ക് തോന്നുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കുറച്ച് താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ താരബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. പിന്നെ അവർ വരുമ്പോൾ ഒരു സ്ലോ മോഷൻ, അവർക്ക് വേണ്ടിയിട്ടൊരു സീൻ, അവരുടെ ഒരു പ്രേമം, പിന്നെ അതിൻ്റെ തമാശയായിട്ട് കൂടെ നിൽക്കുന്ന കൂട്ടുകാരിൽ ഒരുത്തൻ ബുദ്ധി കുറവുള്ള ഒരാളായിരിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ ക്ലീഷേഡ് തല്ലിപ്പൊളി പരിപാടികൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ വളരെ ക്ലീനായിട്ട് ഈ സിനിമ കാണാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമാണ്. മുഹമ്മദ് മുസ്തഫയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കപ്പേള എന്ന് പറയുന്ന സിനിമയിൽ പൊളിറ്റിക്കലി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതൊരു നല്ല ഡിസ്കഷൻ തുടങ്ങി വെച്ചു. അതായത് പല ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാകുമായിരിക്കും, എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ മാനിക്കുകയാണ്. അതിനോടൊപ്പം ആ സിനിമ ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ കാരണമായി. അങ്ങനെ ഒരാളുടെ അടുത്ത പടം എന്ന് പറയുമ്പോൾ അതിനൊരു സംഭവം ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, പൊളിറ്റിക്സിനോട് യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ഡിസ്കഷൻ ഉണ്ടാക്കാൻ, ഒരു തരംഗം ഉണ്ടാക്കാൻ ഒരാൾക്ക് പറ്റുക, ഒരു കലാകാരന് സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഈ സിനിമയുടെ പേരിനോടൊപ്പം വലിയ താരപേരുകളൊന്നും ഉണ്ടായില്ല എന്ന് വരും, പക്ഷേ നാളെ ഇവരൊക്കെ വലിയ താരങ്ങളാകുമ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് അഭിനയിച്ചൊരു കിടിലം പടം ഉണ്ടായിരുന്നു എന്ന് അവരുടെ ഭാവിയിലെ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇതിൽ ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ കണ്ടില്ലെങ്കിലും നല്ല ആക്ഷനും അതിനോടൊപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇമോഷനൊക്കെ പങ്കുവെച്ച് പോകുന്ന അങ്ങനെ ഒരു സിനിമ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ സിനിമയുടെ പേര് മറക്കണ്ട, മുറ. ആൻഡ് ഓഫ് കോഴ്സ് എപ്പോഴും പറയുന്ന പോലെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ കാണുന്ന ഓരോ ആളുകൾക്കും ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.